ശരി. വെറുതെ രാവിലെ നടത്തോ? മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് പാർക്കിലേക്കല്ലേ? ബീച്ച്. ഓക്കെ. രാവിലത്തെ വാക്കിംഗ് സ്ട്രീറ്റ്. സമയത്തായി 6 7 മണി. 7 മണിയല്ലേ? ഓക്കെ. രാവിലെ ഒരുപാട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങിയല്ലേ? ഓക്കെ. നടക്കാം. ഓക്കെ. വേറെ ദുരുദ്ദേശമൊന്നുമില്ല. അത് വേണം. ജിമ്മ് പോകുന്നില്ല. അപ്പോൾ വന്ന് ജിമ്മിൽ പോകാത്തോണ്ട് നടന്നിട്ട് ബീച്ച് എങ്ങനെയുണ്ട് കാണല്ലോ? ഓക്കെ. മറൈൻ ഡ്രൈവ് കേട്ടിട്ടില്ല. ഇവിടുന്ന് കാണിച്ചെടുക്കും വ്യൂ. നല്ല വെറൈറ്റി സ്ഥലം അല്ലേ? മഞ്ഞാണ്. മഞ്ഞയെ കൊണ്ടുള്ള അങ്ങനത്തെ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല. മഞ്ഞ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? വണ്ടി ദൂരെ പോയിട്ടുണ്ടല്ലോ. വണ്ടിയെല്ലാം നോക്കി നടക്കേണ്ടി വരും അല്ലേ? പക്ഷേ വാ നമ്മളെ സീബ്ര ലൈനാണ്. അതെ. എല്ലാവരും നന്നായിരുന്നു അല്ലേ? ശരി. അപ്പോൾ മറൈൻ ഡ്രൈവ് എങ്ങനെയാ? അടിപൊളി അല്ല, ഏത് മോഡ്? പൊളി മോഡ്. ഓക്കെ. രാവിലത്തെ നടത്തൊരു ഭാഗത്തിന് സുഖമാണല്ലേ? അങ്ങനെ കാണിച്ചെടുക്ക്. മഞ്ഞിനെ കൊണ്ടുള്ള ഏറെ അല്ലേ? മഞ്ഞ് നല്ല മണ്ണല്ലേ? അല്ലേ? തടി കുറക്കുമ്പോ ഒരു ഭാഗത്ത് തടി കളയുന്നുണ്ടല്ലേ? നടക്കാൻ പോയിട്ടേ ചില അങ്ങനെ ഉണ്ടല്ലേ? നടന്നിട്ട് സംഭവം ഇങ്ങനെ അകത്തോളൊക്കെ വന്നല്ലേ? നടക്കേണ്ട സ്ഥലം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ഫുട്പാത്തോടെ ഉണ്ടല്ലേ? മൊത്തത്തില് നടക്കാൻ തടി കുറക്കാൻ പറ്റിയ ഏരിയ. പക്ഷെ നീ നടക്കാൻ വേണ്ടി ഇപ്പൊ ബാക്കോട്ട് എന്ത് സംഭവം? നടന്നല്ലേ? സ്റ്റെപ്സ് കയറി കാറും കൊണ്ടു നടക്കുന്നയാ. അങ്ങനെ ഇങ്ങനത്തോടെ നടന്നിട്ടാ വന്നേ അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? നല്ലോണം നടന്നിന്. നല്ല ഏരിയ ഉണ്ടല്ലേ മൊത്തം? പക്ഷേ മഞ്ഞാണ്ട് കാണുന്നില്ല. മൊത്തത്തിൽ വലിയ ഏരിയ ആണല്ലേ? മുംബൈ എഴുന്നാളപ്പം എന്തായാലും അല്ലേ ഒന്ന് രാവിലെ ബീച്ചിലേക്കെല്ലാം ഇറങ്ങാം നടക്കാൻ വേണ്ടിട്ട് അല്ലേ? ശരി. ഇറങ്ങാം, നിർബന്ധമായിട്ട് നടക്കണം അല്ലേ? നീ ഒരേ നടന്നോണ്ട് ഇറങ്ങാൻ എടുക്കുന്നല്ലേ? അല്ലേ? മോളെ പോലത്തെ ഇങ്ങനെ എന്താ കളിക്കുന്നല്ലേ? പക്ഷേ നായി രാവിലെ തന്നെ നടങ്ങാറിങ്ങനെ കേട്ടോ. പക്ഷെ എന്നെ പോലത്തെ തടിച്ചിട്ടുള്ള നായിയാണ്. നോക്കിയാ തടി കുറക്കാറിങ്ങിയെന്നു. ശരി. ശരി. മറൈൻ ഡ്രൈവിൽ നമ്മളെ ഇതല്ലേ എന്താന്ന് ഒരു ഷീറ്റെല്ലാം ഇട്ടിട്ടല്ലേ? ഒരു തണലല്ലേ ആക്കി മൊത്തത്തില് മൊത്തോളം ഉണ്ടല്ലേ? എന്താ എന്താ പറഞ്ഞേ? നമുക്ക് വേണമെങ്കിൽ കളിക്കുന്നവർക്ക് അസർത്തെല്ലാം കളിക്കാം. എന്നും കളിക്കാം അല്ലേ? എക്സസൈസിനും കളിക്കാം. അത്രയും സ്പേസ് ഉണ്ടല്ലോ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അതിൻ്റെതായ സെറ്റപ്പിൽ തന്നെ പറഞ്ഞു അല്ലേ? ശരി. നാളെ ലെവലിൽ വരാം. അങ്ങനെ വരാം രാവിലെ. ഓക്കെ. പ്രായമുള്ള ആളല്ലേ? നടന്നോണ്ട് ശരിക്കും കയ്യും കാലം അനങ്ങട്ട്.
ആ 5 കിലോ അല്ലേ? ഇപ്പം പോയി ചായ കുടിച്ചിട്ട് കൂട്ടൂലേ? കുറച്ചൊരു ചായ കുടിച്ചിട്ട് കൂട്ടൂലേ? ചായ 2 കടിയും എന്റെ വടക്കാക്കുന്ന നീയാ. നമുക്കിനി എല്ലാ മാസവും മുംബൈയിലേക്ക് വരാം കേട്ടോ. ബാംഗ്ലൂർ പോകണ്ട, അതുപോലെ ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് വരാമല്ലോ. കോഴിക്കോട് ഇതുപോലെ ആക്കാം ശരിക്കും. കോഴിക്കോടല്ലേ? കോഴിക്കോട് കുറച്ച് പോഷൻ മാത്രമേ ആക്കി. കോഴിക്കോട് ബീച്ച് ഇതുപോലെ ബീച്ച് മൊത്തത്തിൽ ഇതുപോലെ ആക്കാം. മനസ്സിലായോ? ഫുൾ സ്പേസ് ആണ് ഒരു സ്ഥലം. കാരണം അത്രയും നീളത്തിലുള്ള ബീച്ചല്ല, അങ്ങനെ ആക്കാൻ പറ്റൂലേ? ഇതാക്കാൻ പറ്റും. നടക്കുന്ന എത്രയോ മീറ്റർ ഉണ്ടാവും? ഒരു കിലോമീറ്റേഴ്സ് ഉണ്ടാവും അല്ലേ? ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനത്തെ ഓളില്ലേ? 10 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞുണ്ടാവും അല്ലേ? തോളില്ലേ? സൂം ചെയ്ത് മനസ്സിലാവും അല്ലേ? അങ്ങ് എൻ്റെ പേരുണ്ടല്ലേ? അങ്ങനെ ഇങ്ങനത്തെ ഒരു റാവ് പോലെ. നേരെ ബാക്കോട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ടല്ലേ? അതിലും കുറച്ചും കൂടി ഉണ്ടാവും എനിക്കൊന്ന്. ബീച്ചിൽ 1.5 ബീച്ച് തന്നെ അല്ലേ? ഫുൾ ബിൽഡിംഗ് അല്ലായിട്ട്. മറൈൻ ഡ്രൈവ് ശരി. നീ ഏകദേശം നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ സെറ്റ് ചെയ്തേ. ഇതുപോലെ അറിയിക്കാൻ സെറ്റാവും. കാക്കുന്ന തോന്നുന്നു. കാക്ക മുന്താലൊന്നും അല്ലേ? കുറേ ആൾ നല്ലോണം തടിച്ചെടുക്കുന്നുണ്ട് ചേച്ചി. എന്താ പരിപാടി? ഒന്നുമില്ല, ഒന്ന് സ്ട്രെച്ച് ചെയ്തതാ. സ്ട്രെച്ച് ചെയ്തോ? ബോഡി സ്ട്രെച്ച് ചെയ്യണം എപ്പോഴും. സ്ട്രെച്ചിങ് ഇല്ല ഇപ്പൊ ചെയ്യണല്ലേ? നടക്കണം. അതിനാ ചെയ്യണ്ട ഇപ്പോ? ഇതെല്ലാം സ്ട്രെച്ചിങ്ങാ അല്ലേ? നമ്മളെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം. വാമപ്പില്ല, അത് മസ്റ്റാണ്. ഓക്കെ ഓക്കെ. വാമപ്പ് ചെയ്യണല്ലേ? നാളെ കട്ടക്ക് ആയിന് കേട്ടോ. നീ എന്തായാലും നാളെ കട്ടക്ക് ബോഡി ആയിന്. പരിപാടിക്കോ? 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45. ഓണ ഇപ്പൊ പിടിക്കാല്ലോ ശരിക്കും? അതെ, എങ്ങനെ ഫ്രീഡുണ്ടായിട്ട് ശരിക്കും ഇതേപോലെ പിടിച്ചല്ലേ? ഒരു 100 ശരിക്കും 100 പിടിക്കാല്ലേ? ഒരു 3 റൗണ്ടായിട്ട് പിടിച്ചേ. ഈ ചെരുപ്പച്ചി കല്ല് കൂട്ടി വെക്കട്ടെ. തണുപ്പുണ്ട്? എന്താ തണുപ്പെന്നറിയാം അല്ലേ? അടുത്ത റൗണ്ട് വീഡിയോയിൽ ഇടാക്കണ്ടല്ലേ? ഏത് കളി? കാലിനല്ലേ? ബലിയല്ലേ നല്ലോണം? സന്ധ്യല്ലേ? ആ അങ്ങനെ പറഞ്ഞോണ്ടേ. സന്ധ്യ അല്ലെങ്കിൽ സന്ധ്യ നടു. ഓക്കെ. അങ്ങനെ പല
ഓനെ ആയില്ല. അതിനിടയ്ക്ക് ഇവിടെ ബോക്സിങ് നടക്കുന്നുണ്ട് അല്ലേ? ചങ്ങ ബോക്സിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരാളാണല്ലേ? ഇല്ല, ആനേ ഇല്ല, കളിക്കാൻ നിൽക്കല്ല അങ്ങനെ. ഞാൻ കളിക്കല്ല. എത്ര അടിക്കാൻ? രണ്ടാമത്തെ നിന്നല്ലേ? രണ്ടാമത്തിൽ എത്ര പിടിക്കാൻ കഴിഞ്ഞു? 30 നമ്മളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35. 35 അടിച്ചല്ലേ? ശരി. ടോട്ടൽ എത്ര അടിച്ചേ? 45, 35. അതിനിപ്പോൾ എത്ര അടിക്കൂ? ഒരു 20 അടിക്കോ? 30 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അപ്പോൾ 30 എത്ര? 120 അല്ലേ? 30, 45, 35, 80, 110 അല്ലേ? അപ്പോൾ 110 അടിക്കാൻ ഇതിനെ കൊണ്ടല്ലേ? ഇനി വിചാരിച്ചാൽ അടിക്കാൻ കഴിയും. പക്ഷെ അത് വേണ്ട, അത് മതി. ടൈം വേണമല്ലേ? ദാഹിക്കുന്നുണ്ടല്ലേ? എന്നാൽ വെള്ളം മേടിച്ചിട്ടല്ലേ വരാം. നാളെ ഒരു കഴിഞ്ഞ് നമുക്ക് ട്രാക്ക് ടീഷർട്ട് ഇട്ടിട്ട് വരാം. എക്സസൈസ് കളിക്കാം അല്ലേ? പക്ഷേ എന്നാ മടങ്ങി പോയിക്കൂടെ അല്ലേ? പോലെ എന്നാല് സിഗ്നലായോ? നാളെ നോക്കി മണിക്ക് കയറാം അല്ലേ? നമ്മളിവിടെ ക്ഷമ കാണിക്കണം. ക്ഷമ നിർബന്ധമല്ലേ സിഗ്നലിൽ? ഹൈ സ്പീഡിലാണ് വരുന്ന വണ്ടിയല്ലേ? ആൾക്കാർ ഇപ്പം ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ടല്ലേ? 8 മണിയായിട്ട് നമ്മൾ 1 മണിക്കൂർ ഏകദേശം നടന്നല്ലേ? 1 മണിക്കൂർ ഏകദേശം നടക്കാൻ 1.5 കിലോമീറ്റർ ഇനി നടക്കാനുണ്ടല്ലേ? സിഗ്നലോട്ടില്ലല്ലോ. ശരിക്ക് കെയർ ചെയ്യണം അല്ലേ? പ്രത്യേകിച്ച് സ്പീഡിൽ വരുന്ന വാഹനങ്ങളിലുള്ള സ്ഥലത്ത് വാ അല്ല. ശരി, ചാമ്പിക്കൂടെ? നമ്മളെ റൂട്ട് ഏതാന്ന് വിഷി? വന്നവഴി മറക്കാൻ പറ്റില്ലാന്നല്ലോ പറഞ്ഞേ? ഞാൻ മറക്കൂല. ഇല്ലല്ലോ. അങ്ങനെ വിഷി നമ്മൾ നടന്നെത്തിയിട്ട് ഇപ്പോൾ എവിടെ എത്തി? നടന്നു വന്നിട്ട് അല്ലേ? ഇതാണ് ഇവിടുത്തെ ഫേമസ് കോഴിക്കോട് മാർക്കറ്റ് അല്ലേ? ഫേമസ്. അതിൻ്റെ ഒരു ഇതാണല്ലേ? അതിൻ്റെ ഒരു എന്താ പറയുക? അതിൻ്റെ ഒരു ആ ഒരു മാർക്കറ്റ് മനസ്സിലാക്കാനുള്ള ഒരു അടിയാളല്ലേ? ബിൽഡിങ്ങിന്റെ സ്റ്റൈൽ അതാണ്. ഇത് നല്ല സ്റ്റൈലല്ലേ? ഒരു വെറൈറ്റി തന്നെ. വേറെ തന്നെ ഒരു പഴയ ഒരു മോഡലിൽ രസമുണ്ട് കാണാനല്ലേ? അല്ലേ? നല്ല ഭംഗിയുണ്ട്. ശരി, വാ. മുംബൈയിൽ വരുന്ന ആളെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോർഫോർട്ട് മാർക്കറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയാൽ മതി അല്ലേ? ഈ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പ്രധാന സ്ഥലങ്ങളും അടുത്തടുത്താന്നല്ലേ? ഈ ബീച്ചടക്കം മറൈൻ ബീച്ച് പോലെ കേന്ദ്ര ബിന്ദുവാണ് അല്ലേ? മുംബൈയിലെ കേന്ദ്ര ബിന്ദുവാണ് അല്ലേ? ഫുൾ എന്നാൽ പിന്നെ വീണ്ടും കുറച്ചിട്ട് കാണാം നമുക്ക്. എന്താ അല്ലേ?